അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ്, അതിലെ 6ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പാഠമൊന്ന് നോക്കാം. അൽ വഹദത്തു സാദിസ, 6ാമത്തെ പാഠം. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. അപ്പോൾ ഈ പാഠത്തിൽ എന്താ പഠിക്കുന്നത്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്തിനാണ് കുറേ നിയമങ്ങൾ? ഈ നിയമങ്ങളൊന്നുമില്ലെങ്കിൽ എന്ത് സുഖമാണ്. മൃഗങ്ങൾക്ക് നിയമങ്ങളുണ്ടോ? കാസിമും ഷിബിലിയും ഗൗരവമുള്ള ചർച്ചയിലാണ്. മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല. അവയ്ക്ക് ശുചിമുറിയോ കുളിമുറിയോ ഇല്ല. തിന്നാനോ കുടിക്കാനോ നിയന്ത്രണങ്ങളില്ല. മദ്രസയിലോ സ്കൂളിലോ പോകുന്നില്ല. മനുഷ്യൻ ഇങ്ങനെയൊക്കെ മതിയെന്നാണോ നീ പറയുന്നത്? കാസിം ചോദിച്ചു. ഷിബിലി: അത് പറ്റില്ല, മനുഷ്യർക്ക് നിയമങ്ങളൊക്കെ വേണം. ചർച്ച കേട്ട് അടുത്ത സീറ്റിലുള്ള ഉസ്താദ് ഇടപെട്ടു. നിയമം വേണമെന്ന് രണ്ടുപേരും സമ്മതിച്ചല്ലോ. ഇനി പറയൂ, ആരാണ് ഈ നിയമമുണ്ടാക്കുക? മനുഷ്യർ തന്നെ. മനുഷ്യരിൽ പല വിഭാഗങ്ങളില്ലേ? സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വൃദ്ധർ, തൊഴിലാളികൾ, മുതലാളിമാർ. അവർ തന്നെ പല രൂപത്തിലാണ്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എല്ലാം വ്യത്യസ്തം. ഇവർക്കെല്ലാം ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുക? ഒരാൾക്ക് വേണ്ട നിയമം ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാവണമെന്നുണ്ടോ? ഇനി സ്വീകരിച്ചാൽ തന്നെ അത് ശരിയാവണമെന്നുണ്ടോ? മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയമം ഉണ്ടാക്കുന്നതിൽ പരിമിതിയുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ സ്വന്തം കാര്യങ്ങളിലെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സുകൾ ആയിക്കൂടെ? നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിച്ചുകൂടെ? പറ്റില്ല. എന്തുകൊണ്ട്? മക്കളെ നോക്കൂ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണാവകാശമുണ്ടോ? നാം ജനിച്ചത് നമ്മുടെ ഉദ്ദേശപ്രകാരമാണോ? നമ്മുടെ രൂപവും നിറവും അവയവങ്ങളുമൊക്കെ എങ്ങനെയാവണമെന്ന് നാം ആണോ തീരുമാനിച്ചത്? നമുക്ക് ദാഹിക്കുന്നതും വിശക്കുന്നതും രോഗമുണ്ടാകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? അപ്പോൾ നമുക്ക് നിയമമുണ്ടാക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും പറ്റില്ല. പിന്നെ ആരാണ് നിയമമുണ്ടാക്കുക? ഇനി ബാക്കി ഭാഗം നോക്കൂ. ഒരു വണ്ടി ഉണ്ടാക്കിയെന്ന് വെക്കുക. ആരാണ് അതിൻ്റെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കുക? ഉണ്ടാക്കിയ കമ്പനി. ശരിയാണ്. ആരാണോ നിർമ്മിച്ചത് അയാൾക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുക. കമ്പനി തന്നെയാണ് യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത്. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ് എന്ന ആശയം തെറ്റാണല്ലേ ഉസ്താദേ? അതായത് മൈ ബോഡി ഈസ് മൈ ചോയ്സ്. അതെ, തെറ്റാണ്. മറ്റാരുടെയും ഒരു നിയമവും അനുസരിക്കേണ്ട എന്നാണോ? അല്ല. മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും നാം അനുസരിക്കേണ്ടി വരും. ഇങ്ങനെ ചിലരെ അനുസരിക്കണമെന്നതും സൃഷ്ടാവായ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ഖുർആൻ പറയുന്നു, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. ഷിബിലി: ഞാൻ ഇത്രയും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഈ പാഠത്തില് ഷിബിലിയും കാസിമും തമ്മിൽ നടത്തിയ ഒരു ചർച്ചയാണ് നമ്മൾ പഠിച്ചത്. ആ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിന് അവരുടെ ഉസ്താദ് പറഞ്ഞ മറുപടികൾ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. മനുഷ്യർക്ക് അല്ലാഹു തആല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. നമുക്ക് നമ്മൾ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ കഴിയില്ല. കാരണം എന്താണ്? നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവുമില്ല. നമ്മുടെ ശരീരം നിർമ്മിച്ചത് നമ്മളല്ല, അതുണ്ടാക്കിയത് ആരാണ്? സർവശക്തനായ അല്ലാഹു തആലയാണ്. നമുക്ക് ഭക്ഷണം നൽകുന്നതും നമ്മെ പരിപാലിക്കുന്നതും എല്ലാം അല്ലാഹു തആലയാണ്. അപ്പോൾ നമുക്ക് വേണ്ട നിയമം ഉണ്ടാക്കേണ്ടതും അല്ലാഹു തആല തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ആ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിൽ 1ാമത്തെ ചോദ്യം: മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? ഉത്തരം: മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ
അവൻ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. അവൻ മൃഗങ്ങൾക്ക് തുല്യനാവും. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാൻ ഇടയാകും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. മനുഷ്യ ജീവിതത്തിന് മനുഷ്യർ തന്നെ നിയമമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? ഉത്തരം: ഒരാൾക്ക് വേണ്ട നിയമം ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് യാതൊരു അവകാശവുമില്ല. ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാവണമെന്നില്ല. ഇനി സ്വീകരിച്ചാൽ തന്നെ അത് ശരിയാവണമെന്നുമില്ല. മാത്രമല്ല, മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ മനുഷ്യനെ നിയമമുണ്ടാക്കുന്നതിൽ പരിമിതിയുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം. നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹു തആലയാണ്. കാരണം? അതിന്റെ ഉത്തരം: ആരാണോ സൃഷ്ടിച്ചത് അയാൾക്കാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുക. അതുകൊണ്ട് തന്നെ നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു തആലയാണ്. ഇനി നാലാമത്തെ ചോദ്യം. ഇവരെ അനുസരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ? ഉത്തരം: മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ എന്നിവരെ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുബയ്യൻ, വ്യക്തമാക്കാനുള്ളതാണ്. അതിൽ ഒന്ന് നോക്കൂ. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. അതിന്റെ അർത്ഥം എന്താണ്? വിധി അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് വ്യക്തമാക്കാന്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. മനുഷ്യർ പല വിഭാഗങ്ങളാണ്. അവർ തന്നെ പല രൂപത്തിലാണ്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എല്ലാം വ്യത്യസ്തം. ഒരാൾക്ക് വേണ്ട നിയമം ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് യാതൊരു അവകാശവുമില്ല. ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാവണമെന്നില്ല. ആരാണോ നിർമ്മിച്ചത് അയാൾക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത്. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ്. കാരണം ആരാണോ അവനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അവൻ തന്നെയാണ് സൃഷ്ടികൾക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത്. വിധി അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത്രയാണ് അതിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. തഹ്സീസ്, അസൈൻമെന്റ് തയ്യാറാക്കാനുള്ളതാണ്. 1. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവുമില്ല. കുറിപ്പെഴുതുക. അപ്പൊ നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണ അവകാശമില്ല. നാം ജനിച്ചത് നമ്മുടെ ഉദ്ദേശപ്രകാരമല്ല. നമ്മുടെ രൂപവും നിറവും അവയവങ്ങളുമൊക്കെ എങ്ങനെയാവണമെന്ന് തീരുമാനിച്ചത് നാമല്ല. നമുക്ക് ദാഹിക്കുന്നതും വിശക്കുന്നതും രോഗമുണ്ടാവുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരവുമല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിപ്പിക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും നാമല്ല. നാം ജീവിക്കുന്നതും മരിക്കുന്നതും നമ്മുടെ അറിവോടെയല്ല. നമുക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ കിഡ്നികൾ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളും പ്രവർത്തിക്കുന്നു, നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നാമല്ല. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല അവ പ്രവർത്തിക്കുന്നതും പ്രവർത്തന യോഗ്യമല്ലാതാവുന്നതും. അതുകൊണ്ടു തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവുമില്ല എന്ന കാര്യം വ്യക്തമാണ്. അപ്പം ഇത്രയാണ് അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തഹ്സീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം. പ്രസംഗം തയ്യാറാക്കുക. അപ്പൊ കൂട്ടുകാര് പ്രസംഗം തയ്യാറാക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തയ്യാറാക്കുക. അതിനുശേഷം ബാക്കി ഈ പറയുന്ന പോയിന്റുകൾ എഴുതുക. ഭൂമിയിൽ മനുഷ്യൻ കാലുകുത്തിയ കാലം തൊട്ടേ അള്ളാഹുവിന്റെ നിയമങ്ങൾ ഇവിടെയുണ്ട്. മനുഷ്യന്റെ ഇഹപരക്ഷേമങ്ങൾക്കും വിജയത്തിനും അത്തരമൊരു നിയമസംഹിത അള്ളാഹുവിൽ നിന്നും ആവശ്യമാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ തമ്മിൽ ഒത്തൊരുമയും യോജിപ്പും കാണാനാവും. തനിക്ക് അർഹതയില്ലാത്തത് ഉപയോഗിക്കാനോ അതിന്റെ ഗുണം അനുഭവിക്കാനോ അള്ളാഹു അനുവദിക്കുന്നില്ല. കാരണം അത് മറ്റു വ്യക്തിക്കും സമൂഹത്തിനും ഉപദ്രവമുണ്ടാക്കുന്നു. അത് ചിലപ്പോൾ അവനു തന്നെ ദോഷമുണ്ടാക്കുന്നു. മറ്റൊരാളുടെ അവകാശം ഹനിക്കാത്ത, മാലിന്യം കലരാത്ത, നിഷിദ്ധമായ കാര്യങ്ങളോ വസ്തുക്കളോ ഉൾപ്പെടാത്ത എല്ലാം അള്ളാഹുവിന്റെ നിയമത്തിൽ അനുവദനീയമാണ്. കാരണം അത് ചെയ്യുന്നത് വഴി
തനിക്കോ മറ്റൊരാൾക്കോ യാതൊരു ബുദ്ധിമുട്ടും ദോഷവും വരികയില്ല. നാം കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന പാനീയങ്ങളിലും അണിയുന്ന വസ്ത്രത്തിലും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും എല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കൽ അത്യാവശ്യമാണ്. കാരണം അവൻ കഴിക്കരുതെന്ന് വിലക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിനും ബുദ്ധിക്കും ദോഷമുണ്ടാക്കുന്നതാണ്. അണിയുന്ന വസ്ത്രം ഔറത്ത് മറയ്ക്കാൻ യോഗ്യമായതാവണം, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ വലിയ ദോഷമുണ്ടാക്കാനിടയുണ്ട്. നാം പെരുമാറുന്ന വിധം നല്ലതായാൽ അതുമൂലം നാം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഇടയാകുന്നു. ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരമാണെന്നത് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊരു പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ? ഇൻഷാ അള്ളാ. അപ്പോൾ മറ്റൊരു സബ്ജക്റ്റുമായിട്ട് നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.